തൃശൂർ കോടശ്ശേരി മേലൂർ പഞ്ചായത്തുകളിലെ ജലക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് നിരാഹാര കനാൽ സമരം നടത്തി. കനാലുകളിലൂടെയുള്ള ജലസേചന സംവിധാനം പര്യാപ്തമല്ലാത്തതിനാൽ ചാലക്കുടി പുഴയിലും കിണറുകളിലും ജലനിരപ്പ് താഴ്ന്നിരുന്നു. കൃഷിയിടങ്ങളിലും സമാന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളും ജനപ്രതിനിധികളും സമരം നടത്തിയത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുക, വലതുകര കൊടശ്ശേരി കനാലുകളിൽ വെള്ളം എത്തിക്കുക, വൈദ്യുതി ബോർഡ്, ജലസേചന വകുപ്പ്, കൃഷി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, കോടശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ AR രാധാകൃഷ്ണൻ, സരസ്വതി KK ചൌക്ക, ഇടവക പള്ളി വികാരി ആന്റോ കരിപ്പായി, എരഞ്ഞിപ്ര SNDP ശാഖ പ്രസിഡന്റ് KN ഷാജു എന്നിവർ സമരത്തിന് പിന്തുണ നൽകി. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ചാലക്കുടി പുഴയിൽ നിന്നുള്ള വെള്ളം ഇടത് കര കനാലിൽ കൂടിയും വലത് കര കനാലിൽ കൂടിയും പ്രവേശിച്ചിട്ട് ഉൾഗ്രാമങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്കൊക്കെ കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായിട്ടുള്ള ആ കനാലുകളിൽ കൂടി വെള്ളം വരുമ്പോഴാണ് ആ ജലക്ഷാമം ബുദ്ധിമുട്ട് തീരുന്നത്. ഇത്രയും നാളായിട്ട്, മഴ മാറിയിട്ട് ഇത്രയും നാളായി, ഇപ്പം ഡിസംബർ കഴിഞ്ഞു, ജനുവരി കഴിഞ്ഞു, പക്ഷേ ഇതുവരെയും ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഈ കനാലുകളിൽ കൂടി വെള്ളം വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിണറുകൾ വറ്റിക്കഴിഞ്ഞു, കൃഷികളെല്ലാം ഉണങ്ങി നശിച്ചു കഴിഞ്ഞു. KSEB അതിൻ്റെ ശക്തമായ നിലപാട് അറിയിക്കണം.